ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ആഗ്രയിൽ നിന്നും മധുരയിലോട്ട് ബസ്സിലോട്ടാണ് നമ്മുടെ യാത്ര. നമുക്ക് സുഖമായിട്ട് ട്രെയിനിൽ പോകുമായിരുന്നു. 1 മണിക്കൂർ എടുക്കുള്ളായിരുന്നു. ഈ ബസ്സിൽ കയറി 2 മണിക്കൂറും എടുത്തു. മനുഷ്യൻ്റെ ശരീരം ഫുള്ള് പൊട്ടി ഉടഞ്ഞാണ് നമ്മൾ ഇതാ മധുരയിൽ എത്തിയിട്ടുള്ളത്. ഭയങ്കര ഫ്ലോപ്പായിരുന്നു കേട്ടോ ബസ് യാത്ര. അപ്പം നമ്മുടെ ഉണ്ണിക്കണ്ണൻ ജനിച്ചു വളർന്ന ജന്മഭൂമിയിൽ, ശ്രീകൃഷ്ണ ജന്മഭൂമിയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അച്ഛൻ്റെ മോൻ്റെ എൻട്രി കഴിഞ്ഞു. അതൊക്കെ പോട്ടെ, നമ്മൾ ആഗ്രയിൽ നിന്ന് വന്ന ആ ദിവസം മധുരയിൽ വന്ന് സ്റ്റേ ചെയ്തു കേട്ടോ. മധുരയിൽ ഈ അമ്പലത്തിൻ്റെ മുന്നിലായിട്ട് ഒരു റൂം എടുത്ത് നമ്മൾ അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേന്ന് മോർണിംഗ് വ്യൂ ആണ് ഇത്. അപ്പം നമ്മൾ പറയാൻ കാരണം, ഇതിനകത്തോട്ട് ഈ ആർച്ചിനകത്തോട്ട് നമുക്ക് ഫോണും കൊണ്ട് കയറാൻ പറ്റത്തില്ല. ഈ പുറത്തുള്ള വ്യൂസൊക്കെ മാത്രമേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. കാര്യം അകത്തോട്ട് അവർ ഫോണും ഫുഡ് ഐറ്റം അങ്ങനെയുള്ള ഓരോ ഐറ്റംസും അകത്തോട്ട് കയറ്റി വിടത്തില്ല. അപ്പം എന്താ, നമ്മുടെ കൃഷ്ണൻ്റെ ഒരുപാട് ഐറ്റംസ് ഇവിടെ വാങ്ങാൻ കിട്ടും കേട്ടോ. പിള്ളേരെല്ലാം ഓരോ കൈമണിയായിട്ട് നിൽക്കുകയാണ്. അപ്പം നമ്മുടെ ഗുരുവായൂരൊക്കെ പോകുമ്പോഴൊക്കെ ഉള്ള ഒരു സീൻ തന്നെ കേട്ടോ. നമ്മുടെ കൃഷ്ണൻ്റെ പല ഭാവങ്ങളും രൂപങ്ങളിലുള്ള വിഗ്രഹങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ വാങ്ങാൻ കിട്ടും. പിന്നെ സ്വീറ്റ്സ്, നമ്മുടെ ശ്രീകൃഷ്ണന് ഇഷ്ടപ്പെട്ട സ്വീറ്റ്സുകളുണ്ട് കേട്ടോ. അതൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് ക്ഷേത്രത്തിനകത്ത് കൊണ്ടുപോയാൽ അവർ പൂജിച്ച് നമുക്ക് തന്നെ തിരിച്ചു തരും. പിന്നെ ഇവിടുത്തെ മെയിനായിട്ടുള്ള ഐറ്റംസ് എന്ന് പറയാൻ ബദാം മിൽക്കും ലസ്സിയുമാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഐറ്റംസ് വരുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു കാഴ്ച കഴിഞ്ഞ് അടുത്ത ക്ഷേത്രം എന്ന് പറയുന്നത് ഇതിനടുത്ത് തന്നെ, പക്ഷേ ഇത്തിരി ഓട്ടോയിൽ പോകാനുള്ള ദൂരമുണ്ട്. ഇവിടെയൊക്കെ വരുമ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു വണ്ടിയിൽ വന്നാൽ കൊള്ളാമെന്ന് തോന്നും. പക്ഷേ ഈ നമ്മുടെ വണ്ടി എല്ലാ അമ്പലത്തിൻ്റെയും ഫ്രണ്ടിലൊന്നും പോകാൻ പറ്റത്തില്ല കേട്ടോ. ഇത് കണക്കത്തെ ഓട്ടോയിൽ മാത്രമേ നമുക്ക് എല്ലായിടത്തും, കാര്യം ചെറിയ വഴികളാണ്. നമ്മൾ ഉണ്ണിക്കണ്ണൻ കളിച്ച് വളർന്ന ഓരോ അമ്പലങ്ങൾക്കും ഓരോ കഥകളുണ്ട്. അപ്പം നമ്മൾ അടുത്ത ക്ഷേത്രത്തിലോട്ട് പോകണം. ഇവിടെ അടുത്തടുത്ത് ഒരുപാട് കൃഷ്ണക്ഷേത്രങ്ങളുണ്ട് നമുക്ക് കാണാൻ. അടുത്ത ക്ഷേത്രമാണ് ഇത്, ദ്വാരകാധീശ്. ഇവിടെയും നമുക്ക് അകത്തോട്ടുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. അവിടെയും ഫോൺ കൊണ്ട് കയറാം, പക്ഷേ ഫോട്ടോസൊന്നും എടുത്തുകൂടാ. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടെയൊക്കെ ഒരുപാട് കുരങ്ങന്മാരുടെ ശല്യം ഉണ്ട് കേട്ടോ. ബങ്കി ബിഹാരി എന്ന് പറഞ്ഞൊരു ടെമ്പിളുണ്ട്. അവിടെയെന്ന് വെച്ചാൽ നമ്മുടെ കൈ ഇരിക്കുന്നത് തട്ടിപ്പറിച്ചുകൊണ്ട് ഓടും ഈ കുരങ്ങന്മാർ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.